ചിന്തിക്കേണ്ടുന്ന ആവശ്യമില്ല എന്നതുകൊണ്ട് ആ ഭാഗം ഞാൻ അവിടെ വെക്കുകയാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഇവർ ക്ഷണിക്കുന്നത് അതല്ല, ഇവർ നടത്തുന്ന ചൂഷണം അള്ളാഹുവിൽ നിന്ന് ജനങ്ങളെ അകറ്റി പടപ്പുകളോടുള്ള ദുആ. നിങ്ങൾ നോക്കൂ, ഇനി നമ്മൾ കാണുന്നത് അജ്മീറിലെ ഒരുപാട് ചിശ്തി അടക്കമുള്ള ഖാജാ മുഹീദ്ദീൻ ചിശ്തി അടക്കമുള്ള ഒരുപാട് മഹാന്മാരുടെ ഖബറുകളും ഐതിഹ്യങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ട് അവിടെയൊക്കെ മുസ്ലിം പെണ്ണുങ്ങളും മുസ്ലിം ആണുങ്ങളും ഹൈന്ദവരും ക്രൈസ്തവരും സകലരും വന്ന് അവിടെ പോയി അതാ നമ്മുടെ ആരാധന, നമ്മുടെ ദുആ, നമ്മുടെ നേർച്ച വഴിപാടുകൾ, നമ്മുടെ ദാനകർമ്മങ്ങൾ ഒക്കെ മഹാത്മാക്കളിലേക്ക് ആക്കുന്നതിന്റെ ശിർക്കിന്റെ ചില ഉദാഹരണങ്ങൾ സഹോദരന്മാരെ ശ്രദ്ധിക്കൂ. വിശുദ്ധ ഖുർആനിലെ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്ത് ഈ പണ്ഡിതന്മാർ കല്ലിനെയും മരത്തെയും വിഗ്രഹത്തെയും ഒക്കെ ആരാധിക്കുന്നതിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ഒരു ഉദാഹരണം നിങ്ങൾ ശ്രദ്ധിക്കൂ. സുൽത്താൻ മഹ്മൂദ് ഖിൽജി പണി കഴിപ്പിച്ചതാണ് അജ്മീരിലെ കവാടം. ഇത് ബുലന്ദ് ദർവാസ എന്നറിയപ്പെടുന്നു. അജ്മീരിലെ മറ്റൊരു പ്രധാന കെട്ടിടം സഹനൈ ചിരാഗ് അഥവാ വിളക്കുമന്ദിരം ആണ്. മാർബിൾ കൊണ്ട് പണി കഴിപ്പിച്ച ഒരു മണ്ഡപമാണിത്. ഇതിന് നടുവിൽ സ്ഥാപിച്ച വിളക്ക് ഒരു പൂജാ വിഗ്രഹം പോലെയാണ് കണക്കാക്കപ്പെടുന്നത്. വസീർ ഹുസൈൻ ഷഹീദ് എന്ന രക്തസാക്ഷിയുടേതാണ് ഇതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇതിനകത്ത് ആളില്ലെന്നും ഷഹീദ് മറ്റൊരിടത്തേക്ക് മാറിക്കിടക്കുകയാണെന്നും പറയുന്നു. അജ്മീരിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടത്തെ വലിയ ചെമ്പുപാത്രങ്ങളാണ്. ഉറൂസ് ദിനങ്ങളിലും മറ്റും ഉപയോഗിക്കുന്ന ഇവ ബുലന്ദ് ദർവാസക്കടുത്തായി സ്ഥാപിച്ചിരിക്കുന്നു. ഇവയിൽ കാണിക്കയർപ്പിക്കുന്നതും പണവും മറ്റും നിക്ഷേപിക്കുന്നതും ഉദ്ദിഷ്ട കാര്യപ്രാപ്തിക്ക് ഉപകരിക്കുമെന്നാണ് വിശ്വാസം. വലിയ ചെമ്പിൽ ഒരു ദിവസം 60,000-ഓളവും ചെറിയ ചെമ്പിൽ 25,000-ഓളവും രൂപ ലഭിക്കുമെന്നാണ് പറയുന്നത്. ജനങ്ങൾ ഇവയെ ഭക്തിപൂർവ്വം വണങ്ങുന്നത് കാണാം. ഖാജ ഫരീദുദ്ദീൻ ചില്ല, ഷെയ്ഖ് റൂഹാനിയയുടെ ചില്ല, മുഈനുദ്ദീൻ ചിശ്തിയുടെ ചില്ല, കുത്തുബുദ്ദീൻ ഖത്തിയാരുടെ ചില്ല, ഖാജ കാനൂൻ സാഹിബിന്റെ ചില്ല എന്നിവ ഇവയിൽ പ്രധാനപ്പെട്ടവയാണ്. रोशनाई पड़ जाती है। ये निकाल लो आप, मजार का नहीं निकालना है इनको, मजार का तो एक भी नहीं निकालना है इनको। हर की आमद बरदा रत खाली रफ घर से खाली बूद आज रोजा अलस, जिसकी किस्मत में अल्लाह का तरीका ये है। जन्नत दरवाजा जो फ्रंट देखा था हमने, ये गेट खुलता है और सामने वाला गेट खुलता है, वो भी बना लो। सैयद साहब को भी निकालो, ये सैयद साहब है हमारे। ഖബറുകളുമായി ബന്ധപ്പെട്ട് നടമാടുന്ന അനിസ്ലാമികതകൾ എണ്ണമറ്റവയാണ്. മക്ബറകൾക്ക് ചുറ്റും തവാഫ് ചെയ്യുന്നവരെയും സുജൂദ് ചെയ്യുന്നവരെയും ഇവിടെ എമ്പാടും കാണാം. ഹിന്ദുക്കൾ നിരവധി പേർ ഇവിടെ തീർത്ഥാടനത്തിനെത്തുന്നു. നവദമ്പതികൾ അജ്മീർ ദർഗയിൽ വന്ന് വഴിപാട് കഴിക്കുന്നു. ഇത് ദാമ്പത്യത്തിനും ദീർഘായുസിനും ഉപയുക്തമെന്ന് ഇവിടത്തുകാർ വിശ്വസിക്കുന്നുണ്ട്. ഇവരെ പരമാവധി ചൂഷണം ചെയ്യുന്നു എന്ന് മാത്രവുമല്ല, ഇവരെ കൊണ്ട് തങ്ങൾ നടത്തുന്ന ആചാര വൈകൃതങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതും ആചരിപ്പിക്കുന്നതും കാണാം. तो नाम से तारीख देगी यानी बुलाया जाएगा, तो हम यहाँ के वकील हैं, ये भी मवक्किल हो जाएंगे सरकार के दरबार के। आशी का खाजा, हम खादी में खाजा। हमारा काम है दुआ करना, इनका काम है सरकार में अर्पण करना। इसके बाद नहीं है, उसको देंगे आप लेंगे हमारा। ഹൈന്ദവ വിശ്വാസികളെ കൊണ്ട് ഉളു എടുപ്പിക്കുക, സുജൂദ് ചെയ്യിപ്പിക്കുക, തൊപ്പി ധരിപ്പിക്കുക, പൂത്താലം ചുമപ്പിക്കുക, ഷിയാക്കളുടെ പ്രാർത്ഥനകൾ ഉച്ചരിപ്പിക്കുക തുടങ്ങിയവയെല്ലാം ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നു. ഈ ഖബർ പൂജാ കേന്ദ്രത്തിൽ ഏറ്റവും വലിയ ആരാധനയാണ് പുഷ്പാർച്ചന. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് പുഷ്പാർച്ചനയ്ക്കു വേണ്ടി നേർച്ചയാക്കിയ ആയിരക്കണക്കിന് ഭക്തരാണ് ഒരു ദിവസം ഒഴുകിയെത്തുന്നത്. ഷിയ ആചാരപ്രകാരം ഇവിടെ നടമാടുന്ന ഒട്ടേറെ ആരാധനാകർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ മുഈനുദ്ദീൻ ചിശ്തിയുടെ പിന്മുറക്കാർ എന്നവകാശപ്പെടുന്നവർ തമ്മിൽ മത്സരിക്കുകയാണിവിടെ. ഷിയ വിശ്വാസങ്ങളും ആചാരങ്ങളും സുന്നി വിശ്വാസികളിൽ ഇന്ന് ഒട്ടേറെ സ്വാധീനം ചെലുത്തിക്കഴിഞ്ഞിട്ടുണ്ട്.
സഹോദരന്മാരെ, നമ്മുടെ നാട്ടിൽ നിന്ന് അജ്മീർ ഖാജാ മുഹീദ്ദീൻ ചിശ്തിയുടെ ദർഗയിലേക്ക് എന്ന് പറഞ്ഞ് ചില സിയാറത്ത് ടൂറുകൾ പോവാറുണ്ടല്ലോ. അവിടെ നടക്കുന്ന പച്ചയായ ശിർക്കാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഖബറിനെ തൊടലും സുജൂദ് ചെയ്യലും തൊട്ടുമുത്തലും അവിടെ സ്ത്രീയും പുരുഷനും തമ്മിൽ കലരലും ഒക്കെ സ്ത്രീ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം, ജുമായെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഹറാമാണെന്ന് വാദിക്കുന്ന ആളുകൾ, സഹോദരന്മാരെ, ഇവിടത്തെ ഈ ദുൽമിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർക്ക് പറയാനുള്ളത്? മൊത്തത്തിൽ മദ്ഹബിന്റെ കിതാബുകൾ പോലും അള്ളാഹുവിന്റെ കലാമും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും നിങ്ങൾക്ക് പ്രശ്നമല്ലല്ലോ, അത് ഞാൻ ആമുഖത്തിൽ പറഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ സാധാരണക്കാരായ സുഹൃത്തുക്കളെ ചിന്തിച്ചോ, ഇവർ ഓതിപ്പടിച്ച കിതാബിൽ പോലും പറയുന്നത് തുഹ്ഫത്തുൽ മുഹ്താജ് ബിശർഹിൽ മിൻഹാജ് എന്ന് പറയുന്ന കിതാബിൽ കാണാം, ഖാല ഇബ്നു സ്വലാഹ് മാ യഫ്അലുഹു അവാമുൽ ഫുഖറാഇ മിനസ് സുജൂദ് ബൈന യദയിൽ മശായിഖ് ഫഹുവ മിനൽ അവായിം അൽ കബായിർ. സാധാരണക്കാരായ സുഹൃത്തുക്കൾ ഖബറിന്റെ അരികിൽ വന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ, ബഹുമാനിക്കുക, ആദരിക്കുക എന്ന പേരിൽ ചെയ്യുന്ന ഈ കാര്യങ്ങൾ വൻ പാപങ്ങളിൽ, കുഫറുകളിൽ പെട്ടതായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. വലൗ കാന ബിതഹാറത്തിൻ വഇലൽ ഖിബ്ല വഅഖ്ശാ അൻ യകൂന കുഫറാ. ശുദ്ധിയോടുകൂടി ഖിബ്ലയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണെങ്കിലും ശരി, ഈ ചെയ്യൽ കുഫറാവുമെന്നത്, ഞാൻ കുഫറാകുമെന്നത് തന്നെ ഭയപ്പെടുന്നു. മാത്രമല്ല വളരെ കൃത്യമായി എഴുതി വെക്കുന്നു, വലാ യസ്തലിമുൽ ഖബ്റ ബിയദിഹി വലാ യുഖബ്ബിലുഹു ഖാല വഅലാ ഹാദാ മദത്തിസ് സുന്നah. ഖബർ തൊടാൻ പാടില്ല, മുത്താൻ പാടില്ല, അതാണ് നമ്മുടെ മുൻഗാമികൾ കഴിഞ്ഞുപോയിട്ടുള്ള സുന്നത്ത്. ഖാല അബുൽ ഹസൻ വൽ ഇസ്തിലാമുൽ ഖുബൂരി വതഖ്ബീലുഹാ അല്ലദീ യഫ്അലുഹുൽ അവാമുൽ ആന മിനൽ മുബ്തദഅത്തിൽ മുൻകറഅത്തി ശറഅ യംബഗി തജന്നുബു ഫിഅലിഹി വയുൻഹാ ഫായിലുഹു. അതാ ഇത്തരം ചെയ്യുന്ന തിന്മകളെ അതാ വളരെ കൃത്യമായി എതിർക്കൽ നിർബന്ധമാണ്. ഇത് ശിർക്കാണ്, കുഫറാണ്, ഇത് നമ്മുടെ ചര്യയിൽപ്പെട്ടതല്ല. മാത്രമല്ല സഹോദരന്മാരെ, വീണ്ടും എഴുതി വെക്കുന്നു മദ്ഹബിന്റെ കിതാബിൽ തന്നെ, വലാ യംസഹുൽ ഖബ്റ വലാ യുഖബ്ബിലുഹു വലാ യമസ്സുഹു. അത് തൊടാനോ അതേപോലെ തന്നെ ചുംബിക്കാനോ അതേപോലെ തന്നെ അതിനെ മുത്താനോ പാടില്ല. ഫഇന്ന ദാലിക ആദത്തുൻ നസ്വാറാ. അത് നസാറാക്കളുടെ ചര്യയാണ് കേട്ടോ. ഇമാം നവവിയെ പോലുള്ള മഹാന്മാർ വളരെ കൃത്യമായി മദ്ഹബിന്റെ കിതാബിൽ പോലും ഈ സംഗതികളെ എതിർത്തിട്ട്, സഹോദരന്മാരെ, നമ്മുടെ ഉസ്താദുമാര് ഇതല്ലേ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്? ഇതൊക്കെ മഹാന്മാരുടെ ഔലിയാക്കൾ എന്ന് പറഞ്ഞ് അവരുടെ ഖബറിങ്ങൾ ചെയ്യുന്നതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ശിർക്കാണെന്ന് മുജാഹിദുകൾ പറയുന്നത്. അപ്പോൾ ചില സഹോദരങ്ങൾ പറയുന്നത് കല്ലിനെ ആരാധിക്കലല്ലേ, മരത്തെ ആരാധിക്കലല്ലേ തെറ്റ്, ഔലിയാക്കളോട് അമ്പിയാക്കളോട് തേടുന്നത് തെറ്റല്ലല്ലോ. എന്നാൽ സഹോദരന്മാരെ, ഇതും ആ പറയുന്നതടക്കം എല്ലാം തെറ്റ് തന്നെ. ഇനി അമ്പിയാക്കളോട്, ഔലിയാക്കളോട്, ഖബറുകളോട് മാത്രമല്ല, മരത്തെയും അതേപോലെ തന്നെ കല്ലിനെയും ആരാധിക്കുന്നതിന്റെ ഒരു ഉദാഹരണം നിങ്ങൾ കണ്ടോളൂ. അതാ പാലക്കാട് ഭാഗത്തേക്ക് പോകുമ്പോ പുത്തരിപ്പാടം എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്ഥലം, അവിടെ ഒരു വലിയുണ്ട്. എന്താ വലിയുടെ പേര്? ഷജർ, മരം, വലിയുല്ലാഹി ഷജർ. സഹോദരന്മാരെ, വള്ളിയെ പച്ച ഉടുപ്പിച്ചുകൊണ്ട് ആ വള്ളിയോട് തേടുന്നു. അതേപോലെ തന്നെ നാട്ടുകല്ല് എന്ന് പറയുന്ന പ്രദേശത്ത് അതാ പ്രത്യേകമായ കബറിങ്കൽ ഒരു മീസാങ്കല്ല് വളർന്നു വരുന്നു. മമ്പുറം തങ്ങള് അതിലൂടെ നടന്നു പോകുമ്പോ കല്ലിന്റെ ഉയരം കണ്ടിട്ട് ഇതെന്താന്ന് ചോദിച്ചപ്പോ കറാമത്താന്ന് പറഞ്ഞപ്പോ സയ്യിദ് അലവി തങ്ങൾ ഒരൊറ്റ തട്ട് കൊടുത്തു. അപ്പൊ കല്ല് നടുകെ മുറിഞ്ഞു, പകുതി വീണ് കിടക്കുന്നു. ഇവിടെ ചവിട്ടരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിനെ ആദരിക്കുകയാണ്, തഅ്ലീമാണ്. മറ്റേ ഭാഗത്തതാ ചന്ദനത്തിരി കത്തിച്ചുകൊണ്ട്, വിളക്ക് കത്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അങ്ങനെ ആരാധനയിലേക്ക് പെടുന്നു. കണ്ടോളൂ സഹോദരന്മാരെ, ആ കല്ല് വീണ് കിടക്കുന്നതും അവിടെ ചവിട്ടരുത് എന്ന് എഴുതി വെച്ചതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാ ചവിട്ടരുത് എന്ന് എഴുതി വെച്ചിരിക്കും. കല്ലിനെ ബഹുമാനിക്കുക, കല്ലിനെ ആദരിക്കുക, അങ്ങനെ ആരാധന അർപ്പിക്കുക. അതിനുള്ളിൽ അതാ ചന്ദനത്തിരി എത്തിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ ഹൈന്ദവരുടെ വിളക്ക്, അമ്പലത്തിലെ വിളക്ക്